വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് കുക്കർ കോംബോ റെസിപ്പീസ് ചെയ്താലോ? സമയമില്ലാന്നുണ്ടെങ്കിൽ വെറും അരമണിക്കൂർ കൊണ്ട് നല്ല കിടിലൻ ചിക്കൻ ചുക്കയും നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതും രണ്ടും കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ 850 ഗ്രാമാണ് വെയിറ്റ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നിങ്ങളുടെ പൊടിൻ്റെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് ഫെനൽ സീഡ്സ് പൗഡർ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി, ഒരു 3 പച്ചമുളകും കൂടി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ചുക്കയുടെ മെയിൻ താരം എന്ന് പറയുന്നത് അറിയാലോ, ഫ്രൈഡ് ഓണി, അതായത് പൊരിച്ച സവാളയാണ് കേട്ടോ. നമ്മൾ നോർമൽ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 മതി കേട്ടോ, കാരണം 850 ഗ്രാം ചിക്കൻ അല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രേവി മസാല ടൈപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കൂട്ടാം. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി നമ്മുടെ ചിക്കനിലേക്കും കൂടി മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ചിക്കനിലും കൂടി മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പക്ഷേ ഞാനിതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് ഞാൻ സവാള ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അധികം വന്ന എണ്ണ എടുത്തിട്ട് മാറ്റിയിട്ട് ബാക്കി കുറച്ച് എണ്ണ മാത്രം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായത് മാത്രമാണ് കുക്കറിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല, അത് മസാലയോട് കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ചിക്കൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടത്തിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കുക്കർ. എന്നിട്ട് 2 വിസിലാണ് നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആവാനായിട്ട് ആവശ്യമുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടിക്കോളൂ. അങ്ങനെ ഇതാ 2 വിസിലടിഞ്ഞതിന് ശേഷം പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷം സാവധാനം കുക്കർ തുറന്ന് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ തുറന്നതിന് ചെറിയൊരു ഈർപ്പം കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണേ, അടുപ്പ് തുറന്ന് വെച്ചിട്ട്. പിന്നെ ചില ചിക്കനിൽ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ അതിനനുസരിച്ച് ഗ്രേവി കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യട്ടെ, നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ട്. ഞാനിതിപ്പം ഗീ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവർ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ തന്നെ സെർവ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഇനി നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് കുക്കർ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു നെയ്ച്ചോറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അവിടെ സെറ്റ് ചെയ്ത് ടേബിളിൽ സെറ്റാക്കി വെക്കുക. എന്നിട്ട് വേണം കേട്ടോ കുക്കർ വെച്ചിട്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ബാക്കിയൊക്കെ പിന്നെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. എനിക്കൊന്ന് യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആരും കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ തലശ്ശേരി ബിരിയാണി വെക്കുന്ന അരിയില്ല, അതാണ്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 400 ഗ്രാമാണ് കേട്ടോ വരെ. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ്. ഇനിയിപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് സ്ട്രെയിനറിലേക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഊറിപ്പോകാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ആദ്യം തന്നെ സെറ്റാക്കി വെക്കുക. ഇനിയിപ്പോൾ ഞാനിതാ ഒരു കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 kg ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പം ഒരുപാട് ബ്രൗൺ കളറായി എടുക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ കളർ ആകപ്പാടെ മാറിപ്പോവും. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരിക, അത്ര മാത്രമേ വേണ്ടുള്ളൂ. ഒന്നങ്ങ് സോഫ്റ്റ് ആയി കിട്ടുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 ചെറിയ പീസ് പട്ട, 2-3 ചെറിയ ഗ്രാമ്പു, 2-3 ചെറിയ ഏലക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ 1-1.5 കപ്പ് എന്നുള്ള രീതിയിൽ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസിലേക്ക് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് ഇടണം, എങ്കിലേ റൈസ് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ ഇതാ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി പിന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഇതാ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 വിസിലാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറ് വേവാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വിസിൽ അടിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളതിനെ മൈൻഡ് ചെയ്യാനേ പാടില്ല കേട്ടോ. ചിലവർക്ക് ഇടയ്ക്കിടെ പ്രഷർ പോയോ എന്നുള്ള ചെക്കിംഗ് ഒക്കെ ഇല്ല, അങ്ങനെയൊന്നും ചെയ്ത് നോക്കരുത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് കുളമായിപ്പോവും. അതിന് രണ്ടാമത്തെ വിസിൽ അടിഞ്ഞ് ഉടനെ ഓഫ് ചെയ്യുക. എന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് മാത്രം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത്. അതിനിടയിൽ ഞാനൊരു വേറെ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. നമുക്ക് നെയ്ച്ചോറിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ സവാള ഇതുപോലെ നീരതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാമല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ കോരിയെടുക്കുക, കാരണം കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ, ഇതൊക്കെ നോർമൽ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കുമല്ലോ. അങ്ങനെ ഇതാ പ്രഷറൊക്കെ മൊത്തത്തിൽ പോയി കുറേ ടൈം, ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. കുക്കറിലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി സെർവ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സെർവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തന്നെ അങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഒന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡിന്നർ കോംബോ? അടിപൊളിയല്ലേ? നല്ല സിമ്പിളും കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള കോംബോ ആണ് കേട്ടോ. എനിക്കൊന്നും എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചതിന് പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. അപ്പോൾ എന്തായാലും നോമ്പുമല്ലേ, നോമ്പിനൊക്കെ ഡിന്നർ കോംബോ ഒക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്